കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ വന്ദനമുണ്ട്. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് അല്പസമയം വേർതിരിക്കാം. നിങ്ങളുടെ വിലയേറിയ സന്ദർഭത്തെയും സമയത്തെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആമോസിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. ആമോസിൻ്റെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൽ അനുഗ്രഹീതമായ ഒരു വാക്യം കിടപ്പുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. 7-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. യഹോവ എന്നോട്, ആമോസേ, നീ എന്തു കാണുന്നു എന്ന് ചോദിച്ചതിന് ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആമോസിനോട് സ്വർഗത്തിലെ ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതെന്താണ് ആ ചോദ്യം? ആമോസ്, നീ എന്ത് കാണുന്നു? അപ്പോൾ ആമോസ് പറയുക, ഞാനൊരു തൂക്കുകട്ട കാണുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, തൂക്കുകട്ട നിങ്ങളും ഞാനൊക്കെ കണ്ടിട്ടുണ്ടാകും. പണിക്കാരുപയോഗിക്കുന്ന, പ്രത്യേകിച്ച് മെയ്സിൻ പണിക്കാരും പ്ലംബിംഗ് പണിക്കാരും ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ്. നൂലും കട്ടയും. കട്ടമേൽ നൂലുകൊണ്ട് കെട്ടിത്തൂക്കി 2 അതിരുകളും കൃത്യമായി അളക്കുന്ന ഒരു ഉപകരണമാണ് തൂക്കുകട്ട. ദൈവത്തിന് സ്തോത്രം. കണ്ടിട്ടുള്ളവർക്ക് അതറിയാം. പണിയാനാണ് സാധാരണയായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനോടുള്ള ബന്ധത്തിൽ പഴയ കാലഘട്ടങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ്. മെയ്സിൻ പണിക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്, മേസ്തിരിമാർ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതെന്തിനെ കാണിക്കുന്നത്? ഇതൊരു പണിയെ കാണിക്കുക. പക്ഷേ ഈ ആമോസിനോടുള്ള ബന്ധത്തിൽ ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇസ്രായേൽ ജനത്തിന്മേൽ ഒരു ന്യായവിധി അയക്കുന്ന അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇസ്രായേലിനെ പൊളിച്ചു കളയും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, തിരുവചനം നാം ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ആഴമെത്ര അഗാധമാണ്. ആരും പൊളിക്കാൻ നേരത്ത് തൂക്കുകട്ട ഉപയോഗിക്കുകയില്ല. പൊളിക്കുമ്പോൾ അങ്ങ് അടിച്ചു പൊളിക്കുകയായി. ഹാമറെടുത്ത് അടിച്ചു പൊളിക്കും, പാരയെടുത്ത് കുത്തിപ്പൊളിക്കും. ഇങ്ങനെയാ സാധാരണ പൊള്ളി ഉള്ള പണി നടക്കുന്നത്. എന്നാൽ ഇവിടുത്തെ പണി ശ്രദ്ധിച്ചോ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിനെ ന്യായം വിധിക്കും, ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് അയക്കും. ഇസ്രായേൽ ഒരു പ്രവാസത്തിലേക്ക് പോകും. ഇസ്രായേൽ ഒരു ന്യായവിധിയിൽ അകപ്പെടും. ഇസ്രായേൽ എന്ന് പറയുന്ന ആ കൊച്ചു രാജ്യത്തെ, ആ കൊച്ചു ദേശത്തെ, ഇസ്രായേൽ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ദൈവമക്കളെ പൊളിച്ചു കളയും, അവരെ പ്രവാസത്തിലേക്ക് കളയുമെന്ന് ആമോസിനോട് ദൈവം പറയുക. ദൈവത്തിന് സ്തോത്രം. എന്ന് വെച്ചാൽ ചരിത്രം പറയുന്നു, നെബൂഖദ്നേസർ എന്ന ചക്രവർത്തി ഇസ്രായേലികളെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. യെരമ്യാ പ്രവാചകന്റെ പ്രവചനദൂതനുസരിച്ച് 70 ആണ്ട് അവർ പ്രവാസത്തിലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ തൂക്കുകട്ട എന്തിനെ കാണിക്കുന്നു? ദൈവത്തിൻ്റെ ന്യായവിധിയെ, ദൈവത്തിൻ്റെ ഇടപെടലിനെ, ദൈവത്തിൻ്റെ ശിക്ഷയെ. ദൈവം ജനത്തെ പ്രവാസത്തിലേക്ക് അയക്കുമെന്ന്. പ്രിയമുള്ളവരെ, തിരുവചനം ബൈബിൾ പറയുന്ന ദൈവം ശിക്ഷിക്കുന്നവനും കൂടിയാണ്, ന്യായം വിധിക്കുന്നവനും കൂടിയാണ്. എൻ്റെയും നിങ്ങളുടെയും ഓരോ പ്രവർത്തികൾ
പരിധി വിട്ടു പോകുമ്പോൾ, ദൈവവചനത്തിൽ നിന്ന് ദൂരെ മാറിപ്പോകുമ്പോൾ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെയാ പറയുന്നത്, പഠിപ്പിക്കുന്നത്. ഞാൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ പറയാം, ഞാൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്നാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്ര. പ്രായലേഖനം 10-ാം അധ്യായത്തിലുണ്ട്, ഒരു പിതാവ് തൻ്റെ മകനെ ശിക്ഷിക്കുന്നത് പോലെ ആത്മീക പിതാവ് തൻ്റെ മക്കളെ ശിക്ഷിക്കും. അപ്പോ തൂക്കുകട്ട ഒന്നാമത് കാണിക്കുന്നത് തിരുവചന പ്രകാരം, വേദപുസ്തക പ്രകാരം പൊളി, പ്രവാസം, ശിക്ഷ, ഇടപെടൽ, ന്യായവിധിയെ കാണിക്കുകയാണ്. ദൈവം തൻ്റെ ജനത്തെ ന്യായം വിധിക്കും. ദൈവം തൻ്റെ ദാസന്മാരെ ന്യായം വിധിക്കും. ദൈവം തൻ്റെ മക്കളെ ന്യായം വിധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇവിടെ ആമോസ് എന്താ കാണുന്നത്? ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ തൂക്കുകട്ട കാണുകയാണ്. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റൊരു തൂക്കുകട്ട നമുക്ക് കാണാൻ കഴിയും. സഖര്യാവിൻ്റെ പുസ്തകത്തിലാണ് ഇരിക്കുന്നത്. സഖര്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. സഖര്യാവ് 4:10 നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ്. അതൊരു പണിയാണ്. സഖര്യാവിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വലിയൊരു പണി, സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മടങ്ങിവരവിൻ്റെ പണി, യെരൂശലേം ദേവാലയത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ പണി. ഞാൻ ആ വാക്യം വായിക്കാം. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു? സർവഭൂമിയും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. കണ്ടോ പ്രിയമുള്ളവരെ, അവിടെ ശ്രദ്ധിച്ചേ. സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് ദൈവം സന്തോഷിക്കുന്നു. സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ ഒരു പണി നടക്കുകയാണ്. എന്ത് പണിയാ? ഇസ്രായേലിൻ്റെ മടങ്ങിവരവ്. ഇസ്രായേലിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ യെരൂശലേം ദേവാലയത്തിൻ്റെ പണി, പുനർനിർമ്മാണം. ഹല്ലേലൂയ. അപ്പോ പണിയാൻ ദൈവം തൂക്കുകട്ട ഉപയോഗിക്കും. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാസം കഴിഞ്ഞിട്ടുള്ള മടങ്ങിവരവിൽ ആ പുനർനിർമ്മാണം, ആ തൂക്കുകട്ട എങ്ങനെയാ അവിടെ പണിയെന്നറിയോ? കൃപ കൃപ എന്ന ആർത്തും കൊണ്ട്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മടങ്ങി വരുന്ന ഇസ്രായേൽ ജനത്തിനെതിരെ ശത്രുവാകുന്ന സാത്താൻ അതിശക്തമായി വാതുകെട്ടി പോരാടിയെങ്കിലും യഹോവ അവനെ ഭത്സിച്ചു. എന്നിട്ട് പണി ആരംഭിച്ചു. ആ പണി പൂർത്തീകരിക്കപ്പെട്ടതായിട്ട് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേ, സെരുബാബേലിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ മടങ്ങിവരവും യെരൂശലേം ദേവാലയത്തിൻ്റെ പണിയും, പ്രവാസകാലം കഴിഞ്ഞ് ഇസ്രായേൽ മടങ്ങി വരുന്ന അനുഭവം. ഹല്ലേലൂയ. യേശു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവത്തിൻ്റെ സഭ പണിയുന്നത് ദൈവമാണ്. സഭ പണിയുന്നത് യേശുവാണ്. തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എന്നെയും നിങ്ങളെയും തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ, വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം ഉൾക്കൊള്ളുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന ദൈവത്തിൻ്റെ സഭയുടെ പണി യേശുവാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഒരു ഗായകൻ ഇങ്ങനെ, ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അവിടെ ഒരു പണി നടക്കുകയാണ്.
സെരുബാബേലിന്റെ നേതൃത്വത്തിലുള്ള യെരൂശലേം ആ ലോകത്തിന്റെ ക്യാപിറ്റലായി തീരാൻ പോകുന്ന പട്ടണത്തിൽ തകർന്ന ആലയം പുനർനിർമ്മാണം നടത്തുന്നു. പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ ജനം മടങ്ങി വന്ന് ആ പണി നടക്കുകയാണ്. ആ പണിയോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അതേ അരുളപ്പാട്, ആലോചന സെരുബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട അത് കണ്ട് ദൈവം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നാം ആകുന്നുവെങ്കിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നാം ആകുന്നുവെങ്കിൽ ദൈവത്തിന് സന്തോഷമാണ്. എന്താണത്? പണിയെ കാണിക്കുന്നു. എന്താണത്? തൂക്കുകട്ടയെ കാണിക്കുന്നു. എന്താണത്? പുനർനിർമ്മാണത്തെ കാണിക്കുന്നു. എന്താണത്? മടങ്ങിവരവിനെ കാണിക്കുന്നു. എന്താണത്? യഹോവ തന്റെ ജനത്തിന്റെ മടങ്ങിവരവ് കണ്ടുകൊണ്ട് സെരുബാബേലിന്റെ നേതൃത്വത്തിലുള്ള തൂക്കുകട്ടയും പിടിച്ചുള്ള പണി കണ്ട് അവിടുന്ന് സന്തോഷിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു മനുഷ്യൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം? ഈ കൃപായുഗത്തിൽ, ഈ പുതിയ നിയമയുഗത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൈവത്തിന്റെ ആലോചന, ആത്മാക്കളെ നേടൂ, ആത്മാക്കളെ കൊള്ളയിടൂ. ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ, ജില്ലകളിൽ, സംസ്ഥാനങ്ങളിൽ കടന്നു ചെന്ന് യേശു രക്ഷകനെന്നും യേശു സത്യദൈവമെന്നും യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന സത്യം വിളിച്ചു പറയൂ. ആത്മാക്കളെ നേടൂ. പണി നടക്കട്ടെ. ഹല്ലേലൂയ. സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട അത് നമ്മോട് വിളിച്ചു പറയുക, നമ്മെ അത് പ്രബോധിപ്പിക്കുക, നമ്മെ അത് ഉത്സാഹിപ്പിക്കുക, നമ്മെ ആ തീരുമാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ തൂക്കുകട്ട എന്തിനെ കാണിക്കുന്നു? ശിക്ഷാവിധിയെ കാണിക്കുന്നു, ന്യായവിധിയെ കാണിക്കുന്നു, പൊളിക്കുന്നതിനെ കാണിക്കുന്നു. തൂക്കുകട്ട എന്തിനെ കാണിക്കുന്നു? നിർമ്മാണത്തെ കാണിക്കുന്നു, പുനർനിർമ്മാണത്തെ കാണിക്കുന്നു, മടങ്ങി വരവിനെ കാണിക്കുന്നു. ദൈവം സന്തോഷിക്കുന്നു. തൂക്കുകട്ടയും പിടിച്ചുകൊണ്ട് സെരുബാബേലിന്റെ നേതൃത്വത്തിലുള്ള പണി കണ്ടപ്പോൾ സന്തോഷിച്ചു. ആകയാൽ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പണി നടത്താം. അതേ, പണി നടത്താം. ഈ തീരുമാനത്തോടുകൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാം. ഈ സന്ദേശം അതിനായി സകലരെയും ഉത്സാഹിപ്പിക്കട്ടെ, പുനർനിർമ്മാണത്തിലേക്ക് നയിക്കട്ടെ എന്നുള്ള വിലയേറിയ പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലസ് യു.